Hey guys, welcome to Real Gaffer Talks. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? പിക്ക് ഓഫ് ബില്യൺ ബോയ്സ് എന്നല്ലേ, അത് തന്നെയാണ് എനിക്കും ഫീൽ ചെയ്തത്. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നപ്പം ഞാൻ വിചാരിച്ചു ഇത് സ്ഥിരം പാറ്റേണിൽ നിന്ന് മാറി വേറെ എങ്ങോട്ടോ പോവുകയാണല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ അല്ല ഗൈസ്, ഒരു ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്നെ കൂടുതൽ ട്രിഗർ ചെയ്യാൻ തുടങ്ങിയത്. ശരിക്കും പറഞ്ഞാൽ വാഴ 1 ആണോ ബെറ്റർ, വാഴ 2 ആണോ ബെറ്റർ എന്നൊന്നും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലാണ്. അതൊരു കമ്പാരിസൺ ചെയ്യാൻ പറ്റത്തില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിലോ നമ്മളെ കണക്ട് ചെയ്യുന്നതുമായിട്ടുള്ള റിലേറ്റബിൾ ആയിട്ടുള്ള പല കണ്ടന്റുകളും പലയിടത്തും ഉണ്ട്. ഒരു ഒരു സിനിമ എന്ന രീതിയിൽ ഞാനിത് നോക്കി കാണുമ്പം ഈ സിനിമ തുടങ്ങിയ തൊട്ട് ഫിനിഷിംഗ് സ്റ്റേജ് വരെ വളരെ നീറ്റായിട്ട് നമ്മളെ സ്ക്രിപ്റ്റിലും ഡയറക്ഷനിലും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടൈം പീരീഡ് +1 +2 കാലഘട്ടമാണ് പറയുന്നത്. ഈ പടം തുടങ്ങുന്നത് നമ്മൾ ഹാഷിറും അലൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലം തൊട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത്. അവരെങ്ങനെയാണ് ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത്, ഇവരെങ്ങനെയാണ് ഫ്രണ്ട്സ് ആവുന്നത്, ഇവർ അതിനുശേഷം ഇവരെ ഗ്യാങ്ങിലോട്ട് എങ്ങനെയാണ് അജിൻ വരുന്നത്, അതിനുശേഷം എങ്ങനെയാണ് വിനായകൻ വരുന്നത്. അത് ചില ഫ്രണ്ട്സുകൾ നമ്മളെ ഗ്യാങ്ങിലോട്ട് വരുന്നത് നിങ്ങൾക്കും പലർക്കും ഫ്രണ്ട്സ് കാണും. പല ഫ്രണ്ട്സുകളും വരുന്നത് ഒരു അടിപിടി കേസിൽ നിന്നായിരിക്കുമല്ലോ വരുന്നത്. അതുപോലെ സ്വാഭാവികമായിട്ടും ഒരു 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 ശത്രുവിൽ നിന്നൊരു മിത്രം ഉണ്ടാകുന്നതാണല്ലോ പലർക്കും. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ബോണ്ടിങ് ആയിട്ടുള്ള ഫ്രണ്ട്സ് അങ്ങനെ ആയിരിക്കും പലർക്കും. നിങ്ങളെ ബെസ്റ്റ് ഫ്രണ്ട് പലരും ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നേ ശത്രുവായിരുന്നായിരിക്കും, എവിടെയെങ്കിലും വെച്ച് കണ്ട ശത്രുവായിരുന്നായിരിക്കും. ആ കൂട്ടുകാരൻ്റെ തോളിക്കായിട്ടായിരിക്കും നിങ്ങളിപ്പം നടക്കുന്നത്. അപ്പോൾ അതിനോടൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വാഴ 2-നെ ഫസ്റ്റ് അവരെ ഫ്രണ്ട്ഷിപ്പിനെ സ്ട്രക്ചർ ചെയ്തിരിക്കുകയാണ്. സംഭവം കൊള്ളാം, പരിപാടി കൊള്ളാം. അലൻ്റെയും ഹാഷിറിൻ്റെയും കുട്ടിക്കാലം മുതൽ ഈ സിനിമ കഥ പറഞ്ഞു തുടങ്ങിയാണ്. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും അലനും ഹാഷിറും എങ്ങനെയായിരുന്നു എന്നും അവർ നമ്മൾ ഫാമിലി പരമായിട്ട് എങ്ങനെയായിരുന്നു എന്നും നമുക്ക് കൂടുതൽ കണക്റ്റീവ് ആവും. ഫ്രണ്ട്ഷിപ്പിൻ്റെ കാര്യം പറയുമ്പോഴും പ്രേമം കുത്തിക്കയറ്റേണ്ട കാര്യമില്ല. ആ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ കഥ തന്നെ പറയണം. അതുകൊണ്ട് തന്നെ ആ പ്രേമം ഇതിനകത്ത് നായിക പ്രാധാന്യം എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും യാതൊരു തരത്തിലും ഇല്ല. അപ്പോൾ നമ്മളെ സ്കൂൾ ലൈഫിലും ഇപ്പോഴത്തെ സ്കൂൾ ലൈഫിലും ഒക്കെ നടക്കുന്ന കുറേ കാര്യങ്ങൾ, സോഷ്യൽ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി ഡ്രഗ് യൂസ്. നമ്മളെ ഇന്ന് കേരളത്തിലെ പല സ്കൂളുകളിലും ഡ്രഗ് യൂസ് കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. അതൊരു സറ്ററിക്കലായിട്ട് അത് അൽഫോൺസ് പുത്രൻ എന്ന് പറഞ്ഞ ഒരു പോലീസ് ഓഫീസറിനെ വെച്ച് അതിനെ എങ്ങനെ നമുക്ക് ഓഡിയൻസിലോട്ട് ഒരു മെസ്സേജ് പോലെ കൊടുക്കാൻ കഴിയും, അത് കൃത്യമായിട്ട് നമ്മളെ വിപിൻ ദാസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ +2 എഴുതിയിരിക്കുന്ന പല കുട്ടികൾക്കും ഇത് കുറച്ചും കൂടെ നമുക്ക് ഉള്ളിലോട്ടെടുത്ത് ഫീൽ ചെയ്യാൻ പറ്റുന്നതായിട്ടുള്ള കുറേ മൊമെൻറ്റ്സുകൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഹാഷിറും പിള്ളേരും തകർത്തു എന്ന് വേണമെങ്കിൽ പറയാം. അലൻ കുറേ സീനുകൾ എനിക്ക് അലൻ്റെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഹാഷിറും ടീമും വരുമ്പോൾ ഇവന്മാർ 1 മിനിറ്റ് വീഡിയോയും ഒക്കെ റീലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ 2-2.5 മണിക്കൂർ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ഇവരെ കുറേ സംഭവങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വെറുക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ എനിക്ക് ഇവരെ ഭയങ്കര കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് തന്നെ എനിക്ക് ഇവർ അഭിനയിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് കാണണമെന്നുണ്ടായിരുന്നു. പക്ഷെ ക്ലാസ് ആയിട്ട് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫ് മൊത്തം കുറേ തമാശയൊക്കെ ആണെങ്കിൽ സെക്കൻഡ് ഹാഫ് മൊത്തം ഇമോഷണലായിട്ടും നമ്മളെ കൂടുതൽ ഇങ്ങനെ പിടിച്ചിരുത്തുക എന്ന് പറയില്ല, നമുക്ക് ഇവിടെ ചെറിയൊരു ഫീല് വരത്തില്ലേ, അതേ രീതിയിലുള്ള കുറേ മൊമെൻറ്റ്സുകളുണ്ട്. പലതും ഞാൻ ഒന്നും പറയുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ ഇത് ഒരു സ്പെഷ്യൽ കഥയാണെന്നോ നിങ്ങൾ കേൾക്കാത്തൊരു കഥയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ തിരക്കിട്ട ലൈഫിൽ നിങ്ങളെ ചുറ്റുമുള്ള കഥകൾ തന്നെയാണ്, ഇല്ലെങ്കിൽ നിങ്ങളെ സുഹൃത്തിൻ്റെ കഥ തന്നെയാണ്, ഇല്ലെങ്കിൽ നിങ്ങളെ പണ്ട് എപ്പോഴും ഉണ്ടായിരുന്നൊരു കഥ തന്നെയാണ്. അത് തന്നെയാണ് ഇതിനകത്ത് വിഷ്വലൈസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ സ്കൂൾ ലൈഫ് കഴിയുമ്പോൾ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമുക്ക് എങ്ങനെയെങ്കിലും വെൽ സെറ്റിൽഡ് ആവാൻ വേണ്ടി ഒരു പാർട്ട് ടൈം ജോലിയും കണ്ടുപിടിച്ച് വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് ലണ്ടൻ പോലുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു ചെറിയ പാർട്ട് ടൈം ജോലി കണ്ടെത്തി അതിൽ നിന്നൊരു വലിയ സേവിങ്സ് ഉണ്ടാക്കി ജീവിക്കാമെന്ന് വിചാരിച്ച് പോകുന്ന ഇന്നത്തെ ഒത്തിരി പേര് നമ്മളെ കേരളത്തിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. അത്തരം ആൾക്കാർക്ക് കൂടുതൽ കണക്റ്റീവ് ആവുന്ന ഒരു പടം തന്നെയാണ്. ഒത്തിരി അൺഎംപ്ലോയ്മെൻ്റ് ആയിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന സ്റ്റുഡൻസ്, വളരെ കഷ്ടപ്പെടുന്ന വെളിയിൽ ഉള്ള ആൾക്കാർ, അവരുടെയൊക്കെ ലൈഫ് പോർട്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചിലപ്പം പല അമ്മമാരും ഈ സംഭവങ്ങൾ കാണുമ്പം ചിലപ്പോൾ ഒരു നിമിഷ നേരത്തേക്ക് ഒന്ന് കരഞ്ഞെന്ന് വരും.
അത് ഒരു ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കാണിക്കുന്നത്. നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്, പക്ഷെ നമ്മളെ കൺമുമ്പിൽ അത് വിഷ്വലൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരു നിമിഷം നേരത്തെങ്കിലും ഒന്ന് കരഞ്ഞെന്നിരിക്കും. അങ്ങനെ അഭിനയത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹാഷിർ വിനായകൻ എല്ലാ എല്ലാ ചെക്കന്മാരും അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മുടെ എനിക്ക് ഹാഷിർ, അലൻ, പിന്നെ നമ്മളെ വിനായകൻ, പിന്നെ അജിൻ, ഇവർ നാലുപേരും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഹാഷിറിനെയും അലനെയാണ്. പക്ഷെ എന്നിരുന്നാലും ഇവർ നാലുപേര് നല്ല കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ബാക്കി നമ്മളെ കുഡോസ് മീഡിയ എന്നുള്ള അല്ലമീൻ, അവരെ ടീം, അവർ വളരെ കുറച്ച് സീനേ ഉള്ളൂ എങ്കിലും വന്ന് നല്ല നൈസായിട്ട് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട്. അതേപോലെ ഒരു ഗസ്റ്റ് റോളിൽ വരുന്ന നമ്മളെ പാൻ ഇന്ത്യൻ ബ്രാഞ്ച്, വളരെ ഒരു ചെറിയൊരു നിസ്സാര ഷോട്ട് മാത്രമേ ഉള്ളൂ എങ്കിലും വൻ കയ്യടിയാണ് നമ്മളെ തിയേറ്ററിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത്തരം ആൾക്കാരെ നമ്മളെ ഓഡിയൻസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഞാനടക്കമുള്ള എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട്. വിജയ് ബാബു അഭിനയിച്ചിരിക്കുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു അധ്യാപകൻ, അത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ നമ്മുടെ അജു വർഗീസ്, ഒരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകൻ്റെതായിട്ടുള്ള ഒരു ക്യാരക്ടർ. അങ്ങനെ നമ്മളെ പോലീസ് ഓഫീസറായിട്ട് വരുന്ന നമ്മുടെ അൽഫോൺസ് പുത്രൻ കാര്യങ്ങളെ വളരെ ക്ലീൻ ആൻഡ് ക്രിസ്പായിട്ട് കാര്യങ്ങൾ പറഞ്ഞു പോയി. ഇതിൽ ആക്ടിങ്ങിൽ പറയുമ്പോൾ അച്ഛനായിട്ട് അഭിനയിച്ച സുധീർ ആണെങ്കിൽ ബിജുക്കുട്ടനാണെങ്കിൽ അതിൽ ബിജുക്കുട്ടൻ കിടിലായിട്ട് സ്കോർ ചെയ്യുന്നതാണെങ്കിൽ പറയാം. അത് ബിജുക്കുട്ടൻ്റെ ഒരു സീൻ എന്ന് പറഞ്ഞാൽ ഒരു ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് സീനിൽ വിപിൻ ദാസ് പോർട്രേറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ഒരു റീലിൽ ഏതൊരു വിഷുവിൽ പടക്കം പൊട്ടിക്കുന്ന ഒരു അച്ഛൻ റോട്ടിലോട്ട് പെട്ടെന്ന് ചാടി വീഴുകയും അതിനെ ഫണ്ണായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്യുന്ന ഒരു വീഡിയോയെ അത് വിപിൻ ദാസ് അത് തന്നെ എടുത്തിട്ട് മറ്റൊരു വെർഷൻ വിപിൻ ദാസ് ചെയ്തിരിക്കുകയാണ്. അതിനകത്ത് നമ്മുടെ വാഴേര സോങ്ങും കൂടെ ഇട്ടപ്പോൾ ഗൈസ്, അജിൻ്റെ ചേട്ടനായിട്ട് അഭിനയിക്കുന്ന ദേവരാജ്, നമ്മളെ യുറൈക്കയിലൊക്കെ വരുന്ന ദേവരാജ്, മൂപ്പര് ഒരു ലാസ്റ്റ് ഒരു സീനിൽ നീ ഈ ഡയലോഗ് ഇങ്ങനെയല്ല വായിക്കേണ്ടത്, ഇങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് പറയുമ്പോൾ അവൻ പറയുന്നൊരു സംഭവമുണ്ട്. അത് ആ ഒരൊറ്റ ഡയലോഗ് അവൻ കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പോർഷൻസ് ഒന്നും എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, പക്ഷേ ആ ഒരു ഡയലോഗ് നല്ല വൃത്തിക്ക് അവൻ ചെയ്തിട്ടുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഡയറക്ടറിൻ്റെ ഒരു കിടിലം ബ്രില്യൻസ് എന്താണെന്ന് വെച്ചാൽ ഇവരെ പേരുകളൊക്കെ ഹാഷിർ, അലന്, വിനായകൻ, അജിന് ഒന്നും പേര് മാറ്റിയിട്ടില്ല. അത് അവർക്ക് കൂടുതൽ അവർക്ക് തമ്മിൽ ഡാ ഹാഷിറെ, ഡാ അലനെ, വിനായക എന്നൊക്കെ വിളിക്കാൻ പറ്റും. ഈസി ആയിട്ട് അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അവർക്ക് ഒരു നമ്മുടെ വിപിൻ ദാസിന് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ഹാഷിറിനെ മതി. ഹാഷിർ എന്ന് പറഞ്ഞാൽ നമ്മളെ സെയിം ഹാഷിറിനെ തന്നെ മതി. വിനായകൻ എന്ന് പറഞ്ഞാൽ വിനായകനെ മതി. അലൻ എന്ന് പറഞ്ഞാൽ അലനെ മതി. അങ്ങനെ ഇതിന് നമ്മളെ ഡയറക്ടർക്ക് ഇതിൻ്റെ പ്രധാനമായിട്ട് പുള്ളിയുടെ ഉദ്ദേശം തന്നെ അതായിരുന്നു. ഗൈസ്, എനിക്ക് ഫസ്റ്റ് ഹാഫിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിൻ്റെ മിക്സിങ്ങും എനിക്ക് ഒട്ടും അങ്ങോട്ട് എനിക്ക് വർക്കൗട്ട് ആയില്ല. എക്സ്പെഷ്യലി അൽഫോൺസ് പുത്രൻ്റെ സീനിനകത്ത് കുറച്ച് മിക്സിങ്ങും പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത് എനിക്ക് അത് കുറച്ച് മേളിൽ നിന്ന പോലെ എനിക്ക് ഒരു ഫീൽ ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നിങ്ങൾ വാഴ ഫസ്റ്റിനകത്ത് നമ്മളെ ബേസിലിൻ്റെ സീൻ എടുക്കുമ്പോൾ നമുക്ക് അത് കുറച്ച് റോ ഫോമിൽ നമുക്ക് കിട്ടിയത് അതിൻ്റെ ഒരു മിക്സിങ്. അതിനകത്ത് സൗണ്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, എന്നാലും അതിനകത്തൊരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ കുറച്ചാണ്, വളരെ ലോയിലാണ് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനകത്തുള്ള കുറച്ച് മിക്സിങ് പരിപാടികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതൊരു വലിയ പോരായ്മ എന്നല്ല പറയുന്നത്. അവർക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യുമ്പോൾ വേണമെങ്കിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ അഭിപ്രായം കാണും. പക്ഷെ സിനിമോഗ്രാഫിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ എഡിറ്റിങ് നല്ല രീതിയിലൊരു സ്മൂത്ത് കട്ട് തന്നെയായിരുന്നു ഇതിനകത്തുള്ള എഡിറ്റിൽ. കണ്ണൻ എന്ന് പറഞ്ഞൊരു എഡിറ്ററാണ് ഇതിനകത്ത് എഡിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് സ്റ്റൺ കോറിയോഗ്രഫി ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ സ്റ്റൺ കോറിയോഗ്രഫി എനിക്ക് എക്സ്പെഷ്യലി ഇതിനകത്ത് ഞാൻ എടുത്തു പറയുന്നില്ല. ഇതിനകത്തൊരു പരിപാടിയുണ്ട് ഗൈസ്. നിങ്ങൾ ക്ലൈമാക്സ് നമ്മൾ മൂത്തിരിക്കുമ്പോൾ, ക്ലൈമാക്സ് നമുക്ക് ഇമോഷണലി ഹർട്ടായിട്ടിരിക്കുമ്പോൾ അതിനുശേഷം ഒരു സീന് വരും. അത് നിങ്ങൾ മിസ് ചെയ്യില്ല ഗൈസ്. ഈ സിനിമകളെ നമ്മൾ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അത്രേ എനിക്ക് പറയുള്ളൂ. താങ്ക് യു സോ മച്ച്.